ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ നമ്മുടെ ചാനലൊക്കെ സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുള്ളത്. ചാനൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണില്ല, പക്ഷേ നമ്മുടെ വീഡിയോ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു 1 ഇയറൊക്കെ ആയി ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിൽ എനിക്ക് പഴയ വീഡിയോസിനേക്കാൾ വ്യൂസ് കിട്ടുന്നുണ്ട്. വാച്ചവരൊക്കെ അത്യാവശ്യം നന്നായിട്ട് വേഗം കയറുന്നൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കൊരു ലൈക്ക് ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ വീഡിയോ എടുക്കാൻ. ആ ഒരു ഇഷ്ടം എനിക്ക് എന്തോ ഇപ്പോൾ വരുന്നില്ല. അതായത് ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ കുക്ക് ചെയ്യുക, ക്ലീൻ ചെയ്യുക, തിരുമ്പുക, അതിങ്ങനെ കാണിച്ച് എനിക്കെന്തോ ആ ഒരു അതിനോടൊരു വീഡിയോ ചെയ്യാനൊരു ഇഷ്ടം വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇഷ്ടമില്ലാതെ ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ സാറ്റർഡേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൊരു ശനിയാഴ്ച കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടും എനിക്കിത് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും തോന്നുന്നില്ല സത്യം പറഞ്ഞു. പിന്നെ നമ്മൾ 2-3 ദിവസമായിട്ട് വീഡിയോസ് ഇടാനായിട്ട് വാച്ചവർ പിന്നെ ഇതാ കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറയണ്ടെന്ന് വിചാരിച്ചിട്ട് തൽക്കാലം ഞാനിത് ഇടാണ്. സോ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. ഇനി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് 3-4 ദിവസമൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തു. പക്ഷേ ആദ്യത്തെ കുറച്ച് നേരമൊക്കെ ഷൂട്ട് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷേ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ട നിർത്തുക എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ. എനിക്കറിയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ വീഡിയോസ് ഇടുന്നത് നമ്മുടെ കണ്ടൻറ്റ് വീഡിയോസ് ആയിരിക്കും. അങ്ങനെ ചെയ്യാമെന്നാണ് പ്ലാൻ. പക്ഷെ അത് എത്രത്തോളം സക്സസ് ആവും അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവുമോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. മറ്റുള്ളവർ കളിയാക്കലും കാര്യങ്ങളും അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ എന്താ പറയുക, നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിന് ചെറുതായിട്ട് നെഗറ്റീവും കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാരുണ്ടാവും. അതിപ്പോൾ നമ്മുടെ ഫാമിലിയിലുണ്ടാവും, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് എല്ലാവരും ഉണ്ടാവും. പക്ഷെ അതൊന്നും ഞാൻ നോക്കൂല കേട്ടോ. മറ്റുള്ളവരെ കളിയാക്കലൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല. പക്ഷേ എന്താ പറയുക, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമല്ലോ, ഇത് ശരിയായി അല്ലെങ്കിൽ ഇതിട്ടാൽ കുഴപ്പമില്ല എന്നുള്ളത് നമുക്കായിട്ടൊരു തീരുമാനം, നമുക്കായിട്ടൊരു മൈൻഡ് ഉണ്ടാവുമല്ലോ. അത് സെറ്റായാൽ മാത്രമേ ഞാനത് അപ്ലോഡ് ചെയ്യുള്ളൂ. പിന്നെ കണ്ടൻറ്റ് വീഡിയോസ് എന്ന് പറയുമ്പോൾ ആ ഒരു വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും നമ്മുടെ കാണുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരം കിട്ടണം, ഒരു കണ്ടൻറ്റ് കിട്ടണം, ആ ഒരു രീതിയിലുള്ള വീഡിയോസ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ അത് വേറൊരാൾ ഷൂട്ട് ചെയ്ത് തരുമ്പോൾ എനിക്ക് അതിൻ്റെ മുന്നിൽ നിന്നിങ്ങനെ സംസാരിക്കാനോ അഭിനയിക്കാനോ പറ്റും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം പറ്റില്ല. എനിക്ക് എൻ്റെ ഫോണിൻ്റെ ക്യാമറയിൽ തന്നെ വേറൊരാൾ വീഡിയോ എടുത്ത് തരുമെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോസ് എടുത്ത് തരുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ പോസ് ചെയ്യാൻ അറിയില്ല. പക്ഷെ ഞാൻ സ്വന്തമായിട്ട് വീഡിയോയിൽ നോക്കി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ റീൽസ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് കുഴപ്പമില്ല, ചിരി വരില്ല. പക്ഷേ വേറൊരാൾ എന്നെ വീഡിയോ എടുക്കുന്നത് എനിക്ക് എന്താ പറയുക, ഭയങ്കര ഒരു പേടിയാണോ ചമ്മലാണോ എന്നറിയില്ല. ഇപ്പോൾ നമ്മളെ വീടാണെങ്കിലും വീഡിയോസ് എടുത്ത് തരാണെന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോസ് നമ്മൾ തന്നെ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, നല്ലൊരു പെർഫെക്ഷൻ കിട്ടും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് കാണിച്ചു കൊടുത്തു കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യട്ടെ, കുഴപ്പമുണ്ടോ, വേറെ ആരുടെ അല്ലെങ്കിൽ വേറെ ആരുടെ എതിർപ്പിനും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഇക്കാൻ്റെ സമ്മതം വേണം, അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ കാണിച്ചു കൊടുത്ത് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്തോട്ടെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ കുഴപ്പമില്ല, ഒന്നുകൂടി ശരിയാക്കിയിട്ട് അതായത് ക്യാമറ നോക്കി സംസാരിച്ച് അങ്ങനെ ചെയ്യുക, അങ്ങനെ പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഫസ്റ്റായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ എന്തായാലും ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പോകെ നമ്മൾ ശരിയാക്കും. ഇങ്ങനത്തെ വീഡിയോസ് എടുക്കണ പോലെയല്ല, കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ അങ്ങനെ തന്നെ ആണല്ലോ, ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ മാത്രമല്ല നമുക്കതിന് എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരെയും സപ്പോർട്ടിൻ്റെ കൂടെ ഉണ്ടാവണം. അതുപോലെ തന്നെ എന്താ പറയുക, മിസ്റ്റേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം, എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇത് ശനിയാഴ്ചത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല, സ്കൂളില്ലാത്ത ഡേ ആണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് നമ്മളിതാ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ കോവക്ക ഉപ്പേരി, പിന്നെ ഇതാ ഈ ഒരു മീനുണ്ട് കേട്ടോ. ഒന്ന് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഒരു എന്താ പറയുക, നമ്മുടെ സിലോപ്പിൻ്റെ പോലത്തെ ഒരു മീനാണ്, കട്ടില മീനാണെന്ന് തോന്നുന്നുണ്ട്, പേര് എനിക്കറിയില്ല. നന്നാക്കി ഇതേപോലെ കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് നമുക്കറിയില്ല ഏതാണെന്നുള്ളത്. നല്ല രസമാണ് കേട്ടോ. ഒരുപാട് കഴിക്കാനൊന്നും ഇല്ല അതിൽ, ആ ഒരു സൈഡിൽ ഇങ്ങനെ ഇതൊക്കെ മുള്ളാണ്, പക്ഷേ ആ ഒരു മേൽഭാഗത്ത് മാത്രമേ കഴിക്കാനുള്ളൂ. പക്ഷേ നല്ല മസാലയൊക്കെ തേച്ച് പൊരിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അത് ഇപ്പുറത്ത് നമ്മൾ സാമ്പാറിലിടാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയുക, വെണ്ടക്ക ഒന്ന് മൂപ്പിച്ചിട്ട് സാമ്പാർക്ക് ഇട്ടിട്ടുണ്ട്. സാമ്പാറിൽ മാങ്ങ ഇട്ടിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇക്കാക്ക് മാങ്ങ ഇട്ടിട്ടുള്ള കറികൾ ഭയങ്കര ഇഷ്ടമാണ്, ആ മാങ്ങ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഫൈസിക്കുട്ടി പോയിട്ട് 2-3 മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിന് ബാക്കി ഇതാ മക്കൾക്ക് ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാശ്മീരി മുളകാണ് ഇട്ടിട്ടുള്ളത്. ഈ പ്രാവശ്യം നമ്മൾ വാങ്ങിയ കാശ്മീരി മുളക് പൊടി എന്തോ ഒരു എന്താ പറയുക, തീരെ എരിവില്ലാത്ത പോലെ. അത് സാധാരണ നമ്മൾ കാശ്മീരി പൊടി നല്ല കളർ ഉണ്ടെങ്കിലും ചെറുതായിട്ടൊക്കെ എരിവുണ്ടാവുമല്ലോ, ഇതിപ്പോൾ തീരല്ല കേട്ടോ, ശരിക്കും ഒരു വേറെ എന്തോ പൊടി പോലെ ഉണ്ട് സംഭവം. അതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മുടെ മാങ്ങ നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി അവർക്ക് ഇതാ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ സാമ്പാർ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമ്മുടെ വാളംപുളി ഇടുന്നേക്കാൾ മാങ്ങ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ സാമ്പാറിൽ എല്ലാ കഷ്ണങ്ങളൊന്നുമില്ല. ഒരു മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ എനിക്ക് സാമ്പാർ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ സാമ്പാറിൽ മുരിങ്ങക്കായ ഉണ്ടെങ്കിലാണ് സാമ്പാറായിട്ട് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ. വേറെ നമ്മളിതാ ഉരുളക്കിഴങ്ങ്, തക്കാളി, പിന്നെ വേറെ തട്ടത് ഓർമ്മയില്ല, 2-3 കോവയ്ക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് നമ്മുടെ സാമ്പാറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സാമ്പാറിൽ പൊട്ടറ്റോ, പിന്നെ അതുപോലെ തന്നെ തക്കാളി, പിന്നെ നമ്മുടെ മുരിങ്ങാക്കായ്, ഇത് 3 ഉണ്ടെങ്കിൽ എനിക്ക് സാമ്പാർ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടം. കണ്ടില്ല, ഇതാണ് ഇത് നമ്മുടെ ഇന്നത്തെ ഫുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഫുഡൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം മക്കൾ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എഴുന്നേറ്റു. ഞാനും കുറച്ച് നേരം കിടന്നു. അപ്പോൾ ഇറങ്ങി നിന്നപ്പോൾ ഞാൻ മുട്ട ബജി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഇന്നലെ നമ്മുടെ ഫൈസിക്കുട്ടിക്ക് മുട്ട ബജി വേണമെന്ന് പറഞ്ഞിട്ട് കടയിലൊക്കെ പോയപ്പോൾ കടയിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇന്നലെ ഉണ്ടാക്കാനൊരു ടൈം ഉണ്ടായിരുന്നില്ല. മുട്ടയൊക്കെ പുഴുങ്ങണമല്ലോ ഓൾറെഡി. അപ്പോൾ ഇന്ന് ഉറങ്ങി നീക്കുമ്പോഴത്തേക്കും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ കടലപ്പൊടി, പിന്നെ കുറച്ച് അരിപ്പൊടി, പിന്നെ കുറച്ച് കായപ്പൊടി, മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുട്ട ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. മുട്ട നമ്മൾ ഓൾറെഡി പുഴുങ്ങി എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും ഇപ്പം ഇങ്ങനെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേക്കായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ഇന്ന് കരാട്ടെ ക്ലാസ്സിന് പോകാനുണ്ട് 5 മണിക്ക്. അതുകൊണ്ട് തന്നെ 4 മണിക്ക് ചാടി പടഞ്ഞ് നീച്ചതാണ് കേട്ടോ. ശരിക്കും ഉറക്കട്ടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ 4:30 ആയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ മുട്ട ബജി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. പിന്നെ വേഗം മുട്ടയൊക്കെ പുഴുങ്ങി വേഗം കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടോ. പിന്നെ ഇത് നമ്മുടെ നാടൻ മുട്ടയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ സാധാ മുട്ട പുഴുങ്ങുന്ന പോലെ ഒരുപാട് ടൈം വേണ്ട. ഏകദേശം ഒരു 2-3 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ തോടൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ട് എന്താ പറയുക, നമ്മുടെ മുട്ട ആയിട്ടുണ്ടാവും, പെട്ടെന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ മാവും കൂടി അപ്പുറത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ അന്നക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇക്കാൻ്റെ ഏട്ടൻ്റെ കുട്ടി. അപ്പോൾ അവളും ഉണ്ട് അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ മുട്ട ബജി വലിയൊരു മുട്ട ഉണ്ടായിരുന്നു, അത് ഞാൻ പിന്നെ ഒരു 3 പീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ സെൻട്രലായിട്ട് കട്ട് ചെയ്ത് 2 പീസ് തന്നെയാണ് ആക്കി. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡിൽ മുട്ട ബജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പുറത്ത് ചായയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചായയൊക്കെ പഞ്ചസാര ഇട്ട് നമ്മൾ ചായയും മുട്ട ബജിയൊക്കെ കഴിച്ച് വേഗം 5 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളെ കരാട്ടെ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും ഇക്ക വന്നു, ഇക്കാക്കും ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈസിക്കുട്ടിനെയും കൂട്ടിയിട്ട് കരാട്ടയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വെയിലിങ്ങനെ കുറഞ്ഞു വരുന്നുള്ളൂ, എന്നാലും അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്നാലും നെക്സ്റ്റ് അടിപൊളി വീഡിയോസായിട്ട് കാണാം ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അതായത് പുതിയൊരു സ്റ്റൈൽ വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റേതായുള്ള കുറേ മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ക്ഷമിച്ച് കൂടെ ഉണ്ടാവണം കേട്ടോ.